മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ ശ്രീ ബിജു കക്കയും കൂടി നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട്. ശ്രീ ബിജു കക്കയും, ഈ രക്ഷാദൗത്യം വലിയ ശ്രമം അവിടെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യർ സാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. കൂടുതൽ ശേഷിയുള്ള ഉപകരണങ്ങൾ കൂടി എത്തിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. അവിടുന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ശരിക്കും ഇപ്പം 3 ദിവസങ്ങളായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് നടന്നു വരുന്നത്. എല്ലാ ഒരു മനുഷ്യന് സാധിക്കാവുന്ന അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റായിട്ട് ഇപ്പം റഡാർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയാണ് നേവി ഭാഗത്തു നിന്ന് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയം നമുക്ക് മൊബൈലിന്റെ അവസാനം കിട്ടിയ സിഗ്നൽ അത് ആ ഏരിയയിലാണ് പരിശോധന നടക്കുന്നത്. തീർച്ചയായും നമുക്ക് നല്ലൊരു സൂചന കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ തെരച്ചിലിനായിട്ട് കുറെ ആളുകളെ പുറത്ത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാൻ പവർ അല്ല കൂടുതലായി നമുക്ക് ആവശ്യം. കാരണം മിഷനറി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യവും. ശരി, ബിജു കക്കയുമാണ് മാതൃഭൂമിയുടെ പ്രാദേശിക ലേഖകൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദിവസങ്ങളായി അദ്ദേഹം അവിടെ തുടരുകയാണ്. ഈ പറയുന്ന രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോകണം, രക്ഷാദൗത്യം ഫലം കാണണം എന്നുള്ള ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം.